കഴിഞ്ഞ ദിവസം ഞാൻ മങ്കുവിൻ്റെ അക്കത്തോടെ തന്നെ വരുമ്പോഴാണ് കുട്ടമ്മോൾ ഒറ്റയ്ക്ക് ചൂണ്ടിടുന്നുണ്ട്. ആള് ചൂണ്ടിട്ടിട്ട് ഇതുപോലെ കരിമീൻ കുട്ടികളെ കുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. വലുതുണ്ട്, പക്ഷെ വലുതിനെ കൊത്താൻ വേണ്ടിയിട്ട് ചെറിയ ഏറ്റിങ്ങൾ സമ്മതിക്കണില്ല. അപ്പോഴത്തേക്കവിടെ പിള്ളേർ സെറ്റെത്തി കാര്യം മൊത്താണ്ട് ഉഷാറായി. വണ്ടിയിൽ നിന്ന് ഞാൻ നമ്മുടെ റോഡ് കൊണ്ട് എടുത്തിട്ടേ മൈദമാവും കുറത്ത് മങ്കുവിലേക്കാണ്ട് ഇട്ട തന്നെ കണക്ക്. മീൻ നല്ല കൊത്താണ്. എനിക്ക് മാത്രമല്ല പിള്ളേരും പൊളിച്ചുകൊണ്ടിരിക്കുക. മീൻ പിടുത്തം കനത്തപ്പോഴേ ബക്കറ്റിൽ മീൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത് നമുക്ക് വരാലിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് പരൽ മീനുകളെ വേണമല്ലോ എന്നുള്ള കാര്യം. പിള്ളേരോട് പറഞ്ഞിട്ട് വേറൊരു ബക്കറ്റും അതിൽ നല്ല വെള്ളം നിറപ്പിച്ചവിടെ കൊണ്ടുവച്ച് ഇപ്പം പിടിക്കുന്ന മീൻ മുഴുവൻ അതിലേക്കായിട്ട് ഇട്ടുകൊണ്ടിരിക്കണത്. പരൽപ്പൊടിനെ മാത്രമായിട്ട് പിടിക്കാൻ പറ്റില്ലല്ലോ, കൊത്തണതല്ലേ വലിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പള്ളത്തിയും കടുങ്ങാലിപ്പരലും തുപ്പലാത്തിയും കരിമീനും എല്ലാത്തിനെയും പിടിച്ച് കയറ്റുന്നുണ്ട്. നമുക്ക് വേണ്ട ജീവനുള്ള പരൽപ്പൊടിനെ മാത്രം വരാലിന് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ അക്കോലത്തിട്ട് വളർത്തല എന്നുള്ളൊരു നേക്കാട്ടാ. ഈ കരിമീൻ കുട്ടികളൊക്കെ അക്കോലത്തിലിട്ടാൽ കാണാൻ നല്ല ചേല. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാട്ടാ. അപ്പോൾ ശരി എന്നാ, ബൈ.